ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ ഫോക്കസ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചാപ്റ്റർ 3 ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാൽ എന്ത്? അതായത് സ്ഥാപനങ്ങൾ എന്നാൽ എന്ത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ ടേംസ് ഓഫ് പ്രൊസീജിയർ വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് ആക്സെപ്റ്റഡ് ബൈ സൊസൈറ്റി. അതായത് സമൂഹം അംഗീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്, ചില പദങ്ങൾ, പിന്നെ അതുപോലെ ഒരു നടപടിക്രമങ്ങൾ. ഇതൊക്കെയാണ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതായത് സമൂഹം സ്ഥാപിച്ച ചില കാര്യങ്ങൾ, കുടുംബം, വിവാഹം എന്നിവ. അതെന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത്? ആൻഡ് ഗവേൺ ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട്, ആ ബന്ധങ്ങൾ നിയന്ത്രിക്കുവാനായിട്ട് സമൂഹം സ്ഥാപിച്ച ചില പെരുമാറ്റങ്ങളാണ് സ്ഥാപനങ്ങൾ. അപ്പം അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുടുംബം, വിവാഹം, അതുപോലെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവ. ഇനി ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് പോയിന്റിൽ ചോദിച്ചിരിക്കുന്നത് ഈ സ്ഥാപനങ്ങളുടെ ഫങ്ഷണലിസ്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് വ്യൂവും കൂടി പറയണം. ഇപ്പോൾ ഫങ്ഷണലിസ്റ്റ് വ്യൂ എന്താണ്? ഈ സ്ഥാപനങ്ങൾ നിർമ്മിക്കുവാൻ കാരണം എന്താണ് എന്നാണ് നിർവഹണവാദികളുടെ അഭിപ്രായം. അക്കോർഡിംഗ് ടു ഫങ്ഷണലിസ്റ്റ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് എ കോംപ്ലക്സ് സെറ്റ് ഓഫ് സോഷ്യൽ നോംസ്. എന്താണ് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ഒരു സാമൂഹ്യ വഴക്കങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ചട്ടങ്ങൾ മാത്രമല്ല, വിശ്വാസങ്ങൾ, ബിലീഫ്സ്, വാല്യൂസ്, അതായത് മൂല്യങ്ങൾ, ആൻഡ് റോൾസ് ദാറ്റ് അറൈസ് ഇൻ റെസ്പോൺസ് ടു ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഫങ്ഷണലിസ്റ്റ് പറയുന്നത്. ഈ ചട്ടങ്ങൾ അനിവാര്യമാണ്. ചില മൂല്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമായ ചില റോൾസ്, പങ്കുകൾ, ഇതെല്ലാം ആവശ്യമാണ്. അതിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നതാണ് സ്ഥാപനങ്ങൾ എന്ന് ഫങ്ഷണലിസ്റ്റ് വാദികൾ അഭിപ്രായപ്പെടുന്നു. ഇനി കോൺഫ്ലിക്റ്റ് വ്യൂ എന്താണ്? സംഘടനവാദികളുടെ അഭിപ്രായം എന്താണ്? സംഘടനവാദികൾ പറയുന്നത് സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല ഇത് മേധാവിത്വ വിഭാഗക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ്. അവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്നാണ് കോൺഫ്ലിക്റ്റ് വ്യൂ. ഇപ്പം നിങ്ങൾ ഫങ്ഷണലിസ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്ഥാപിച്ചതെന്നും, കോൺഫ്ലിക്റ്റ് വ്യൂ അവർ പറയുന്നത് മേധാവിത്വ അല്ലെങ്കിൽ ശക്തിയുള്ള വിഭാഗത്തിനെ, ദുർബല വിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടി സ്ഥാപിച്ചതാണ്. അത് ഏതാണെങ്കിലും, കുടുംബമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഈ 2 പോയിൻറ്റ്സാണ് നിങ്ങൾ പറയേണ്ടത്. The conflict view hold that all individuals are not placed equally in society. ഇപ്പോൾ സമൂഹത്തിൽ എല്ലാവരും തുല്യരല്ല. All social institutions, whether familial, religious, political, economic, legal or educational, will operate in the interest of the dominant section of the society. അതാണ് പറയുന്നത് ഇവിടെ. ഡോമിനൻറ്റ് സെക്ഷൻ്റെ പ്രബല വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കുടുംബം, അതുപോലെ കുടുംബപരമായത് മാത്രമല്ല മതപരമായത്, നിയമപരമായത്, വിദ്യാഭ്യാസപരമായത്. ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തപ്പോൾ ഇത്തിരി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് പ്രബല വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് പ്രബല വിഭാഗം വരുന്നത്? പുരുഷന്മാർ തന്നെയാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മേധാവ് ആയി നിൽക്കുന്നത് ആ കുടുംബത്തിലെ പുരുഷന്മാരാണ്. അതുപോലെ ഇനി മതപരമായിട്ടാണെങ്കിലും മേധാവികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സാമ്പത്തികപരമാണെങ്കിലോ അത് ഉയർന്ന ക്ലാസ്സിൽപ്പെട്ടവർ, സമ്പന്നർ. നിയമപരമാണെങ്കിലോ അതും പൊളിറ്റിക്കൽ ഹോൾഡുള്ളവർ. അപ്പോൾ എന്തെടുക്കുകയാണെങ്കിലും, വിദ്യാഭ്യാസപരമാണെങ്കിലോ അത് ധനികരായ ആൾക്കാർക്കാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുക. അവരാണ് കൂടുതൽ ഡൊണേഷൻ കൊടുത്ത് മാനേജ്മെൻറ്റ് സീറ്റൊക്കെ വാങ്ങിച്ചെടുക്കുക. അല്ലെങ്കിൽ ആവറേജ് ആയ ഒരു കുട്ടി പോലും വിദേശ പഠനത്തിന് പോവുക. ഇതൊക്കെ വിദ്യാഭ്യാസപരമായ അസമത്വം തന്നെയാണ്. അപ്പോൾ പ്രബല വിഭാഗങ്ങൾ ആണ് അത് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ നേടുന്നത്. അപ്പോൾ ഇത് അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ആര് പറയുന്നു? കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റ് പറയുന്നു. ഈ 2 പോയിൻറ്റ്സ് എപ്പോഴും ഓർത്തിരിക്കുക. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുമ്പോഴും ഇത് തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്.
The dominant sections dominate in the political and economic institution also. ഞാൻ പറഞ്ഞു രാഷ്ട്രീയ തലത്തിലും ഡോമിനൻറ്റ് സെക്ഷനാണ്. ഒന്നില്ലെങ്കിൽ പ്രബല ജാതിയായിരിക്കാം, അല്ലെങ്കിൽ ധനികരായിരിക്കാം, ഇൻഫ്ലുവൻസ് ഉള്ളവരായിരിക്കാം. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനും നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള ധനികരായ വലിയ ആളുകളൊക്കെ ആയിരിക്കാം. ഇനി ഫാമിലി. എന്താണ് കുടുംബം? കുടുംബം എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുടുംബം തന്നെയാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകം മാത്രമല്ല, ലളിതമായ പ്രാഥമിക രൂപമാണ് കുടുംബം. ഇനി ഒരു നിർവചനം കൊടുത്തിരിക്കുകയാണ്. 2 നിർവചനം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. അക്കോർഡിംഗ് ടു ക്ലെയർ, ഫാമിലി ഈസ് ദ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ പാരൻറ്റ് ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ ക്ലെയറിൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഒരു വ്യവസ്ഥയാണ് കുടുംബമെന്ന് പറയുന്നത്. ഇനി ഇത് ഫങ്ഷണലിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫങ്ഷണലിസ്റ്റ് പറയുന്നത് കുടുംബം എന്ന് പറഞ്ഞാലേ എന്തിനു വേണ്ടി സ്ഥാപിച്ചതാണ്. അക്കോർഡിംഗ് ടു ദ ഫങ്ഷണലിസ്റ്റ്, ദ ഫാമിലി പെർഫോംസ് important task which contribute to society's basic needs and help perpetuate social order. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഫങ്ഷണലിസ്റ്റ് പറയുന്നത് സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ് ഈ സ്ഥാപനം ഫാമിലി സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഉണ്ട്, കുട്ടികളെ വളർത്തുക, അവരെ സംരക്ഷിക്കുക, അങ്ങനെയുള്ള ഒത്തിരി ടാസ്ക്, അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ വിച്ച് കോൺട്രിബ്യൂട്ട് സൊസൈറ്റീസ് ബേസിക് നീഡ്സ്, സമൂഹത്തിൻ്റെ ബേസിക് നീഡ്സാണ്. കുടുംബത്തിലൂടെയാണ്, കുടുംബത്തിലെ അംഗങ്ങളാണ് മറ്റു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ബേസിക് നീഡ്സാണ്. പ്രൊക്രിയേഷൻ എന്നുള്ളതും ആവശ്യമുള്ളതാണ്. അതുപോലെ സോഷ്യൽ ഓർഡർ, സാമൂഹ്യ ക്രമം, അതായത് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത് മാതാപിതാക്കൾ തുടക്കം മുതലേ കുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് മോറൽ സൈഡൊക്കെ, അതായത് ധാർമ്മിക മൂല്യങ്ങളൊക്കെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് സൊസൈറ്റിക്ക് അതൊരു നേട്ടമായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് കുടുംബം എപ്പോഴും എങ്ങനെയാണ് ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സാമൂഹ്യ ക്രമം നിലനിർത്താൻ സഹായിക്കുന്ന പല ജോലികളും. ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പേടി മാതാപിതാക്കളെയാണ്. ഒരു പ്രായം വരെ അവരെ നിയന്ത്രിക്കുന്നത് കുടുംബം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സാമൂഹ്യ ക്രമം നിലനിർത്തുവാനായിട്ട് ഇത് അനിവാര്യമാണ് എന്നാണ് ഫങ്ഷണലിസ്റ്റ് വ്യൂ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ഇത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആർഗ്യൂസ് ദാറ്റ് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഫങ്ഷൻ ബെസ്റ്റ് ഇഫ് വിമൻ ലുക്ക് ആഫ്റ്റർ ദ ഫാമിലി ആൻഡ് മെൻ ഏൺ ദ ഫാമിലി ലൈവ്ലിഹുഡ്. ഇപ്പോൾ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എങ്ങനെയായിരുന്നു, സ്ത്രീകൾ വീട്ടിൽ ഇരുന്ന് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുമ്പോൾ പുരുഷൻ പുറത്തുപോയി ജോലി ചെയ്യുന്നു. ഇനി ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നു ന്യൂക്ലിയർ ഫാമിലി ഇതിന് വളരെയധികം ഉദാഹരണമാണ് എന്ന്. അതായത് അക്കോർഡിംഗ് ടു ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, ദ ന്യൂക്ലിയർ ഫാമിലി ഈസ് സീൻ ആസ് ദ യൂണിറ്റ് ബെസ്റ്റ് എക്വിപ്ഡ് ടു ഹാൻഡിൽ ദ ഡിമാൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അതായത് വ്യാവസായിക സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും മികച്ച ഒന്നാണ് ന്യൂക്ലിയർ കുടുംബം. ദേ ബിലീവ് ദാറ്റ് ഇൻ സച്ച് ഫാമിലീസ് വൺ അഡൽട്ട് ക്യാൻ വർക്ക് ഔട്ട്സൈഡ്. അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഭാര്യയും ഭർത്താവും ഉള്ള അതിൽ നിന്ന് ആരെങ്കിലും പുറത്തുപോയി ജോലി ചെയ്യുന്നു, മറ്റൊരാൾ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ നോക്കുന്നു. അത് പുരുഷൻ പുറത്തുപോയി ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല. സ്ത്രീ ആണെങ്കിലും പുറത്തുപോയി ജോലി ചെയ്യുകയാണെങ്കിൽ പുരുഷൻ കുടുംബകാര്യങ്ങൾ നോക്കുന്നു. ഇതാണ് ഇൻഡസ്ട്രിയൽ ന്യൂക്ലിയർ ഫാമിലി ചെയ്യുന്നത്. ഇത് ഫങ്ഷണലിസ്റ്റ് വ്യൂവിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കുടുംബം സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇനി കുടുംബം എത്ര തരം, ടൈപ്പ് ഓഫ് ഫാമിലി. ഇപ്പം നമുക്ക് ജോയിൻറ്റ് ഫാമിലി അറിയാം, അതുപോലെ തന്നെ നമുക്ക് ന്യൂക്ലിയർ ഫാമിലി അറിയാം. പക്ഷെ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ട്രക്ചർ, ഘടനയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ അതോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ പലതരം അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം. ഇപ്പോൾ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു കുടുംബത്തിലെ ആളുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത് ജോയിൻറ്റ് ഫാമിലി ഒന്ന്. അതായത് 3 ജനറേഷനെങ്കിലും ഒരു കൂരക്ക് കീഴെ ഒരു കിച്ചണിൽ
ഭക്ഷണം പാകം ചെയ്ത് ഒരു ആരാധനക്രമം പിന്തുടർന്ന് പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു കാരണവരുടെ കീഴിൽ താമസിക്കുന്നു. ഇതാണ് ജോയിൻറ്റ് ഫാമിലി. ഇപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ആവശ്യം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂട്ടുകുടുംബവും എക്സ്റ്റെൻഡഡ് ഫാമിലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ കൂട്ടുകുടുംബത്തിൽ അവിടെ താമസിക്കുന്ന ആളുകൾ ഒരു ഹസ്ബൻഡാണ് വൈഫാണെങ്കിലും രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ അങ്ങനെയല്ല. ഹസ്ബൻഡ്, വൈഫ്, അവരുടെ കുട്ടികൾ, അതിൽ ആരുടെയെങ്കിലും ഒരാളുടെ റിലേറ്റീവ്സ്, അച്ഛനും അമ്മയും അവരുടെ ബ്രദേഴ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിയിലാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ആയിരിക്കും ആ ഫാമിലിയിൽ താമസിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കൂട്ടുകുടുംബം എന്നല്ല പറയുന്നത്, എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ആളുകളെല്ലാം വേറെ വീടുകളിലായിരിക്കും, അതുകൊണ്ട് അച്ഛൻ്റെ ആൾക്കാരായിരിക്കാം കുറച്ച് ആൾക്കാർ കൂടുതൽ താമസിക്കുന്നത്. അതുകൊണ്ടാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ദെയർ അൺമാരീഡ് ചിൽഡ്രൻ, അതാണ് അണുകുടുംബം. ഇനി കുട്ടികൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് എക്സ്റ്റെൻഡഡ് ഫാമിലിയായി മാറും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് അതോറിറ്റി, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കാണ് അധികാരം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത്. പാട്രിയാർക്കൽ ഫാമിലിയിൽ പുരുഷനായിരിക്കും അവിടെ അധികാരം. മെയിൽ ഹെഡഡ് ഫാമിലി എന്ന് പറയാം, അല്ലെങ്കിൽ ഫാദർ സെൻറ്റേഡ് ഫാമിലി എന്ന് പറയാം. പലപ്പോഴും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ അത് ചോദിക്കാറുണ്ട്. ഫാദർ സെൻറ്റേഡ് ഫാമിലി ഈസ് നോൺ ആസ് ഡാഷ്. അവിടെ പാട്രിയാർക്കൽ ഫാമിലി എന്നാണ് അർത്ഥം. അതുപോലെ മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ അത് ഫീമെയിൽ ഹെഡഡ് ഓർ മദർ സെൻറ്റേഡ് ഫാമിലി, അതായത് മാതൃമേധാവിത്വ കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ മാട്രിലീനിയൽ സൊസൈറ്റി ആയിരിക്കും. അതായത് താവഴിക്രമം അമ്മയിൽ നിന്ന് മകളിലേക്ക് പിന്തുടരുന്ന ആ കുടുംബത്തിലെ അവിടെ സ്ത്രീ ആയിരിക്കും മേധാവിയായിട്ട് ഇരിക്കുന്നത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് റൂൾസ് ഓഫ് ഡിസെൻറ്റ് ഓർ ആൻസിസ്ട്രി, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ താവഴിക്രമം അനുസരിച്ച് പിന്തുടർച്ചാക്രമം സ്ത്രീയിൽ നിന്ന് അടുത്ത സ്ത്രീയിലേക്ക് പോകുന്നതാണ് മാട്രിലീനിയൽ. ഒരു പുരുഷനിൽ നിന്ന് അടുത്ത പുരുഷനിലേക്ക്, മകനിലേക്ക് പോകുന്നതാണ് പാട്രിലീനിയൽ. ലീനിയൽ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഡിസെൻറ്റ് അല്ലെങ്കിൽ ആൻസിസ്ട്രി ആണ്. ഇനി ഇതിൽ പാട്രിലീനിയൽ എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ഫാമിലി ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് ഫാമിലി പ്രിവലൻറ്റ് ഓൾ ഓവർ ദ വേൾഡ്. നമുക്കും ഇന്ത്യയിലും പാട്രിലീനിയൽ ഫാമിലിയാണ്. നമ്മുടെ വീട്ടിലെ പുരുഷനെ ആണ് കൂടുതൽ സ്ഥാനം, അല്ലെങ്കിൽ അച്ഛനാണ് കൂടുതൽ സ്ഥാനം, അല്ലെങ്കിൽ അച്ഛനിൽ നിന്നാണ് തറവാട്ട് പേര് മക്കളിലേക്ക് പകർന്നു കിട്ടുന്നത്. അപ്പോൾ ഇത് ഫാമിലി ഇൻ വിച്ച് ദ ഡിസെൻറ്റ് ഓർ ആൻസസ്ട്രി ഈസ് ഡിറ്റർമിൻഡ് ത്രൂ ഫാദർ ലൈൻ, അച്ഛൻ്റെ താവഴിക്രമത്തിലൂടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുന്നു എങ്കിൽ അത് പാട്രിലീനിയൽ ഫാമിലി. അവിടെ സ്വത്തും അച്ഛനിൽ നിന്ന് മക്കൾക്കാണ് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഫാദർ ലൈനാണ്. അപ്പോൾ പ്രോപ്പർട്ടി ആൻഡ് ഫാമിലി നെയിം, നമ്മുടെ തറവാട്ട് പേര്, അത് മക്കളിലേക്ക് അച്ഛനിൽ നിന്ന് ലഭിക്കുന്നു. ദ പാട്രിലീനിയൽ ഫാമിലി തന്നെയാണ് പാട്രിലോക്കൽ, അതായത് പുരുഷൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഭാര്യ വിവാഹം കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പാട്രിയാർക്കൽ, പുരുഷനാണ് അധികാരം. അപ്പോൾ ഇവിടെ പാട്രി എന്ന് പറയുന്നത് പൊതുവായിട്ട് പിതാവ് എന്നർത്ഥം, ലീനിയൽ എന്ന് പറയുന്നത് ആൻസസ്ട്രി, ലോക്കൽ എന്ന് പറയുന്നത് വീട് റെസിഡൻസ്, ആർക്കൽ എന്ന് പറയുന്നത് അതോറിറ്റി. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മാട്രിലീനിയൽ ഫാമിലി ഇതുപോലെ തന്നെ അമ്മയിൽ നിന്ന് തറവാട്ട് പേര് മകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ മാട്രിലീനിയൽ ഫാമിലി ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു നായർ ഫാമിലിയിൽ, ഇന്ന് അതും പാട്രിലീനിയൽ തന്നെയായി മാറി. മാട്രിലീനിയൽ ഫാമിലി ഈസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ പാട്രിലീനിയൽ ഫാമിലി. ഇത് ഫാമിലി ഇൻ വിച്ച് ഡിസെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ത്രൂ ദ മദർ ലൈൻ, അമ്മയിൽ നിന്നാണ് താവഴി അറിയപ്പെടുന്നത്. അതാണ് നമ്മൾ തച്ചോളി ഒതേനിൻ്റെ കാലഘട്ടത്തിലൊക്കെ അമ്മാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് അതാണ്. കാരണം അമ്മയുടെ താവഴിക്രമമാണത്. ഇനി ദാറ്റ് കണ്ടിന്യൂസ് ത്രൂ ദ മദർ ഈസ് നോൺ ആസ് മാട്രിലീനിയൽ ഫാമിലി. അമ്മയുടെ വംശാവലി അതനുസരിച്ച് അമ്മയുടെ സ്വത്ത് അമ്മയിൽ നിന്ന് മകളിലേക്ക് അങ്ങനെ തുടർന്ന് പോകുന്നു. ദ പ്രോപ്പർട്ടി ആൻഡ് ഫാമിലി നെയിം ഈസ് ഓൾസോ ഇൻഹെറിറ്റഡ് ത്രൂ ദ മദർ ലൈൻ. അമ്മയിൽ നിന്ന്
അത് കൈമാറ്റം ചെയ്യുന്നു. ദ റൈറ്റ് വാസ് ട്രാൻസ്ഫേർഡ് ടു ഫ്രം മദർ ടു ഡോട്ടർ, മകളിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്തത് അത് ഇവിടെ തന്നെ മാട്രിലീനിയനിൽ അവിടെ ആൻസസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂർവികൻ എന്ന് പറയുന്നത് പൂർവികയായിരിക്കും, ഒരു സ്ത്രീ ആയിരിക്കും. ആ സ്ത്രീയിൽ നിന്നാണ് താവഴിക്രമം തുടർന്ന് പോകുന്നത്. ഇങ്ങനെയുള്ള മാട്രിലീനിയൽ ഫാമിലിയാണ് മാട്രിലോക്കൽ. വിവാഹം കഴിഞ്ഞ് പുരുഷനും കുട്ടികളും വളരുന്നത് അമ്മ വീട്ടിലായിരിക്കും. അതുപോലെ മാട്രി ആർക്കൽ, അവിടെ സ്ത്രീക്കായിരിക്കും കൂടുതൽ അധികാരം. ഇനി ദിസ് ടൈപ്പ് ഓഫ് ഫാമിലി ഈസ് ഫൗണ്ട് എമംഗ് ദ നായേഴ്സ് ഓഫ് കേരള. അപ്പം കേരളത്തിലെ നായന്മാർക്കിടയിൽ മാട്രിലീനിയൽ സൊസൈറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ചില ആദിവാസി വിഭാഗങ്ങൾ, ഖാസി ആൻഡ് ഖാരോ എന്ന് പറയുന്ന ട്രൈബൽസിൻ്റെ ഇടയിലും ഇന്നും ഈ രീതിയിലുള്ള മാട്രിലീനിയൽ സൊസൈറ്റി കാണുന്നു. ഇനി ഓൺ ദ ബേസിസ് ഓഫ് നൊമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ പേരിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അവിടെ നമ്മൾ പറയുന്നത് പാട്രോണിമിക് ഫാമിലി, അത് ഫാദർ നെയിം മകനിലേക്ക് പോകുന്നു. അതുപോലെ അവിടെ മാട്രോണമിക് എന്നുള്ളതാണ്. മാട്രോണമിക് എന്നുള്ളത് അമ്മയിൽ നിന്ന് മകളിലേക്ക് പേര് പോകുന്നു. ഇനി വീടിൻ്റെ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹൗസിൻ്റെ അടിസ്ഥാനത്തിൽ, എവിടെയാണ് താമസിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതാണ് പാട്രി ലോക്കൽ ആൻഡ് മാട്രി ലോക്കൽ എന്ന്. പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ വൈഫ് ആൻഡ് ചിൽഡ്രൻ ലീവ് ഇൻ ദ ഹസ്ബൻഡ്സ് ഹൗസ്, ഭർത്താവിൻ്റെ വീട്ടിലാണ് ഭാര്യയും കുഞ്ഞുങ്ങളും വളരുന്നത്. അതുപോലെ മാട്രി ലോക്കലിലാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ലീവ്സ് ഇൻ ദ വൈഫ്സ് ഹൗസ്, ഭാര്യയുടെ വീട്ടിലാണ് ഹസ്ബൻഡും കുട്ടികളും ജീവിക്കുന്നത്. ഇനി ഇത് രണ്ടും അല്ലാത്ത കുടുംബമാണ് നിയോ ലോക്കൽ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെറ്റപ്പ് എ ന്യൂ ഹൗസ്, അവർ പുതിയൊരു വീട് ഉണ്ടാക്കുന്നു. ഇനി കിൻഷിപ്പാണ്, കിൻഷിപ്പ് അല്ല, ഓൺ ദ ബേസിസ് ഓഫ് കിൻഷിപ്പ് ഫാമിലി ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു അഫിനൽ ഫാമിലി. അഫിനൽ ഫാമിലി എന്ന് പറയുമ്പോൾ അത് വിവാഹബന്ധത്തിലൂടെ സ്ഥാപിതമായ ഫാമിലിയാണ്. ഇനി അടുത്തത് കോൺസാങ്ക്യുനസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ത്രൂ ബ്ലഡ് റിലേഷൻ. ഇത് നമ്മൾ നേരത്തെ നായർ ഫാമിലി എന്ന് പറഞ്ഞു. നായർ ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള തറവാടുകളിൽ അമ്മാവനും മരുമക്കളും അമ്മയൊക്കെയാണ് താമസിക്കുന്നത്. അച്ഛൻ എന്ന് പറയുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഫാമിലിയിൽ താമസിക്കുന്ന ആളുകളെല്ലാവരും രക്തബന്ധമുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് അത് കോൺസാങ്ക്യുനസ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി മാരേജിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഫാമിലിയെ തരംതിരിക്കാം. അതായത് ഒരു ജീവിത പങ്കാളി ഉള്ള മോണോഗമസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരുടെ മക്കളും. അതാണ് ഏക വിവാഹ കുടുംബം. ഇനി പോളിഗമസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് 2 അതിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി താമസിക്കുന്ന അങ്ങനെയുള്ള വലിയൊരു കുടുംബത്തെയാണ് പോളിഗമസ് ഫാമിലി, ബഹുവിവാഹ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫാമിലി ടൈപ്സ്. ഇനി അടുത്തത് കിൻഷിപ്പ്. കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധുത്വം. നമുക്ക് എങ്ങനെയൊക്കെയാണ് ബന്ധുക്കളുള്ളത്? ഒന്ന്, നമ്മൾ രക്തബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സിബ്ലിങ്സ്, അച്ഛൻ, അമ്മ, ഇതൊക്കെ നമുക്ക് രക്തബന്ധമുള്ളവരാണ്. ഇനി വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ബന്ധുക്കളായി വരുന്നത് ഭർത്താവ്, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ആളുകൾ, അത് നമുക്ക് വിവാഹത്തിലൂടെ ബന്ധുക്കളായി വരുന്നതാണ്. അപ്പോൾ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിൻഷിപ്പ് എന്ന് പറയുന്നത് ഇസ് എ സോഷ്യൽ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഫാമിലി റിലേറ്റഡ്നെസ്. നമ്മുടെ കുടുംബത്തിലുള്ള ബന്ധുക്കളുടെ അടിസ്ഥാനത്തിൽ ഉള്ള നമ്മളുടെ ബന്ധുത്വ കൂട്ടായ്മ, അതിനെയാണ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബന്ധുത്വം എന്നർത്ഥം. ഇപ്പോൾ കിൻഷിപ്പ് റിലേഷൻ നമുക്ക് കിട്ടുന്നത് ഒന്ന് ജനനത്തിലൂടെ, പിന്നെ മറ്റൊന്ന് വിവാഹത്തിലൂടെ. ഇപ്പോൾ 2 ഗ്രൂപ്പ് ബന്ധുക്കളെ നമുക്ക് ലഭിക്കുന്നു. ഇനി അതിലെ പേരുകൾ നമ്മൾ പറയാണ്. ടൈപ്പ് ഓഫ് കിൻഷിപ്പിൽ ഒന്ന് അഫിനൽ കിൻസ്. അഫിനൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിവാഹബന്ധത്തിലൂടെ. കിൻഷിപ്പ് റിസൾട്ട്സ് ഫ്രം മാരേജ്. എക്സാമ്പിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇൻലോസ്. ഇപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരു കുടുംബത്തിലേക്ക് പോകുന്നു. അവിടെ ഭർത്താവ് അഫിനൽ കിന്നാണ്. അതുപോലെ ഭർത്താവിൻ്റെ ആളുകൾ, ഭർത്താവിൻ്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ അഫിനൽ കിന്നാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ സ്വന്തം അച്ഛനും അമ്മയും സഹോദരന്മാരും അമ്മാവന്മാരും ഒക്കെ ആ പെൺകുട്ടിയുടെ രക്തബന്ധുക്കളാണ്. അതിനെയാണ് നമ്മൾ കോൺസാങ്ക്യുനസ് കിൻസ് എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് റിലേഷൻ, അച്ഛൻ, പിന്നെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, മകൾ തമ്മിലുള്ള ബന്ധം, അമ്മ മകള്, അതുപോലെ തന്നെ അമ്മ
അമ്മയുടെ സഹോദരൻ, അച്ഛൻ, ചെറിയച്ഛൻ, വല്യച്ഛൻ, ഇതൊക്കെ രക്തബന്ധുക്കളാണ്. ഇനി അടുത്തത് മാരേജ്. മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അഡ്മിറ്റ് മെൻ ആൻഡ് വിമൻ ടു ഫാമിലി ലൈഫ്. ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിച്ച് കുടുംബം ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് വിവാഹം. ഇനി നമുക്ക് നിർവചനം കൊടുക്കാം. ഹാസ്റ്റൺ ആൻഡ് ഹാങ്സിൻ്റെ നിർവചനം: മാരേജ് ഈസ് അപ്രൂവ്ഡ് സോഷ്യൽ പാറ്റേൺ വെബൈ ടു ഓർ മോർ പേഴ്സൺസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് എസ്റ്റാബ്ലിഷ് എ ഫാമിലി. അതായത് ഒരു പുരുഷനോ ഒന്നിലധികം സ്ത്രീകളോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഒന്നിലധികം പുരുഷന്മാരോ തമ്മിൽ ഒരു കുടുംബ ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്ന ആ ഒരു അംഗീകൃത മാതൃകയാണ് വിവാഹം. ഇനി അക്കോർഡിംഗ് ടു നൻബർഗ്, മാരേജ് കൺസിസ്റ്റ് ഓഫ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ഡിഫൈൻ ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇപ്പോൾ മാരേജ് എന്ന് പറയുന്നത് എന്താണ്? നൻബർഗിൻ്റെ അഭിപ്രായത്തിൽ അവകാശങ്ങൾ, പ്രത്യേക അവകാശങ്ങളുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ ആ പുരുഷൻ്റെ മേൽ സ്വത്തിന് മേലൊക്കെ അവകാശങ്ങൾ വരുന്നു. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം കടമകൾ വരുന്നു. അതുപോലെ സ്ഥാനമാനങ്ങൾ വരുന്നു, പദവികൾ വരുന്നു. ഇതൊക്കെ ഉള്ള കുറേ ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ഉള്ള, അവരങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയന്ത്രണങ്ങളും ചട്ടങ്ങളും ഉള്ള ഒരു സ്ഥാപനമാണ് വിവാഹം. ഇനി വിവാഹം തന്നെ നമുക്ക് പലതായി തരംതിരിക്കാം. നമുക്കറിയാം, വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സ്ഥാപനമാണ്, എല്ലാ സമൂഹത്തിലും ഉണ്ട്. എങ്കിലും ഓരോ സൊസൈറ്റിയിലും വ്യത്യസ്തമായിട്ടാണ് വിവാഹ രീതികളല്ല സ്ഥാപനത്തെ കാണുന്നത്. ഇനി എങ്കിലും നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് മാരേജ്, 3 ടൈപ്സ് ഓഫ് മാരേജ് പറയാം. ഒന്ന് മോണോഗമി, ഒരു പുരുഷന് ഒരു സ്ത്രീ, ജീവിത പങ്കാളി ഒന്നേ പാടുള്ളൂ. ചില സമൂഹങ്ങളിൽ അത് വളരെ കർക്കശമാണ്, അത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. പോളിഗമി എന്ന് പറയുമ്പോൾ ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കാം. അതേപോലെ തിരിച്ച് ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷനെ വിവാഹം കഴിക്കാം. അതിന് പൊതുവായി പറയുന്ന പേരാണ് പോളിഗമി. ഇനി ഗ്രൂപ്പ് മാരേജ് എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നിലവിലില്ല. പണ്ട് ഗോത്ര സമൂഹങ്ങളിൽ ഒരു ഗ്രൂപ്പ്, ഗോത്രത്തിലെ ആളുകൾ മറ്റൊരു വിഭാഗത്തെ വിവാഹം കഴിക്കുന്നു, അതൊക്കെ ഗ്രൂപ്പ് മാരേജാണ്. ഇപ്പം ഇന്ന് ഗ്രൂപ്പ് മാരേജ് നിലവിലില്ല. ഇനി മോണോഗമി എന്ന് പറയുമ്പോൾ ഏകഭാര്യ എന്ന് പറയുമ്പോൾ മോണോഗമി ഈസ് എ യൂണിവേഴ്സൽ ടൈപ്പ് ഓഫ് മാരേജ് വിച്ച് ഓൾമോസ്റ്റ് എക്സിസ്റ്റ് ഇൻ എവറി സൊസൈറ്റി. നമുക്കിന്ന് ഏത് രാജ്യത്തും സാധാരണമായി കാണാവുന്ന ഒന്നാണ് ഏകഭാര്യ വിവാഹം. ഇനി ഇൻ സച്ച് എ ടൈപ്പ് ഓഫ് മാരേജ് വൺ മാൻ ഈസ് മാരീഡ് ടു വൺ വുമൺ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ഇനി മോണോഗമി ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ഇത് മോണോഗമി എന്ന് പറയുന്നതും നമുക്ക് 2ആയി തരംതിരിക്കാം. കാരണം ജീവിത പങ്കാളിയെ ഡൈവോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനുശേഷം ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷമോ വേറെ വിവാഹം കഴിക്കാം. അതായത് ഒരു സമയത്ത് ഒരു ജീവിത പങ്കാളിയെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് സീരിയൽ മോണോഗമി. ഇനി നേരായ ഏകഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരാൾ വിവാഹം കഴിച്ചു, ഭാര്യ മരിച്ചാലും പിന്നെ വേറെ വിവാഹമൊന്നും കഴിക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു രീതിയാണ് ഏകഭാര്യത്വം, നേരായ ഏകഭാര്യത്വം. അതുപോലെ രണ്ടാമത്തത് സീരിയൽ എന്ന് പറഞ്ഞാൽ കണക്റ്റഡായ, ഒരു ഭാര്യ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരു ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു, മറ്റൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു, അല്ലെങ്കിൽ തിരിച്ചുമാകാം. അപ്പോൾ ഇത് മോണോഗമി അതാണ്. ഇനി പോളിഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇത് ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതോ ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷനെ വിവാഹം കഴിക്കുന്നതോ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പോളിഗമി, ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. ഇനി നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് പറയാം. നമുക്കിത് ക്ലാസിഫൈ ചെയ്യാം 2 കാറ്റഗറി ആയിട്ട്: പോളിജിനി ആൻഡ് പോളി ആൻഡ്രി. പോളിജിനി എന്ന് പറയുന്നത് ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത്. പോളി ആൻഡ്രി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നത്. ഇതൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇനി പോളിജിനി എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് പോളിജിനി ഈസ് എ ടൈപ്പ് ഓഫ് പോളിഗമി. പോളിഗമി തന്നെയാണ് പോളിജിനി, whereby one man is married to more than one woman that at the same time, ഒരേ സമയം ഒന്നിലധികം സ്ത്രീകൾ ഭാര്യമാരായിട്ടിരിക്കുന്നതിനെയാണ് പോളിജിനി എന്ന് പറയുന്നത്. രാജാക്കന്മാരുടെ കാലത്തും അല്ലെങ്കിൽ അറബി നാടുകളിലും ഒക്കെ അങ്ങനെ വിവാഹം ചെയ്യുന്നുണ്ട്. There are 2 types of polygyny.
ദീസ് ഇൻക്ലൂഡ് സൊറോറൽ പോളിജിനി ആൻഡ് നോൺ സൊറോറൽ പോളിജിനി. ഇവിടെ സൊറോറൽ എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ബഹുഭാര്യത്വം എന്നതെന്ന് പറയുമ്പോൾ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ അത് 2 തരമുണ്ട്. ഒന്ന് സൊറോറൽ. സൊറോറൽ എന്ന് പറയുന്നത് സിസ്റ്റേഴ്സാണ്. ഒരു കുടുംബത്തിലെ സഹോദരിമാരെ എല്ലാവരെയും വിവാഹം കഴിക്കുന്നു. ഇപ്പോൾ പുരാണങ്ങളിലൊക്കെ നമുക്കറിയാം, മഹാഭാരതത്തിലേക്ക് നമ്മൾ പറയാം, അംബ, അംബിക, അംബാലിക 3 സ്ത്രീകളെ ഒന്നിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിലെ സഹോദരിമാരെയെല്ലാം ഒരാൾക്ക് വിവാഹം ചെയ്യുവാനായിട്ട് അങ്ങനെ ചെയ്യുന്ന രീതിയാണ് സൊറോറൽ പോളിജനി എന്ന് പറയുന്നത്. ദ വേർഡ് സൊറോറൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് സൊറോർ വിച്ച് മീൻസ് സിസ്റ്റേഴ്സ്. വെൻ എ മാൻ മാരീഡ് വിത്ത് 2 സിസ്റ്റേഴ്സ്, അതായത് ഏതെങ്കിലും ഒരു വീട്ടിലെ 2 സഹോദരിമാരെ വിവാഹം കഴിക്കുന്നു അറ്റ് വൺസ് ഈസ് കോൾഡ് സൊറോറൽ പോളിജനി. ഇനി അതേപോലെ നോൺ സൊറോറലുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അർജുനൻ അങ്ങനെയാണ് കല്യാണം, മഹാഭാരതത്തിലെ അർജുനനെ അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. പാഞ്ചാലിയെയും സുഭദ്രയെയും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ആണ്, പല നാട്ടിൽ നിന്നൊക്കെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ നോൺ സൊറോറൽ എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഇത്തിരി നീങ്ങിപ്പോയി. ഓക്കെ, പിന്നെ ഈ സൊറോറൽ, നോൺ സൊറോറൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഉദാഹരണവും കൂടി പറഞ്ഞു. നോൺ സൊറോറലിനെ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് തന്നെയാണ് നോൺ സൊറോറലും. നോൺ സൊറോറൽ പോളിജിനി സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ മെനി കൺട്രീസ്, എസ്പെഷ്യലി ഇൻ മുസ്ലിം രാജ്യങ്ങളിലാണ് പല സ്ഥലങ്ങളിൽ നിന്നും അവർ വിവാഹം കഴിക്കുന്നത്. അത് നിയമപ്രകാരം അത് അവർക്ക് അനുവദനീയമാണ്. ഇനി എന്താണ് പോളിയാൻഡ്രി? പോളിയാൻഡ്രി എന്ന് പറഞ്ഞാലും പോളിഗമിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതിലൊരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നു. അത് ആഫ്രിക്കൻ ട്രൈബ്സിലും ഇന്ത്യൻ ട്രൈബ്സിലും ഒക്കെ ഇങ്ങനെയുള്ള പോളിയാൻഡ്രി ഉണ്ടായിരുന്നു. അവിടെയും ഉണ്ട് 2 ക്ലാസിഫിക്കേഷൻ, ഫ്രട്ടേണൽ ആൻഡ് നോൺ ഫ്രട്ടേണൽ. ഫ്രട്ടേൺ എന്ന് പറഞ്ഞാൽ ബ്രദേഴ്സ് എന്നർത്ഥം. അതായത് ഏതെങ്കിലും ഒരു കുടുംബത്തിലെ സഹോദരന്മാരെ എല്ലാവരെയും ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അതിനെ ഫ്രട്ടേണൽ എന്നും, പല വീട്ടിലെ പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നതിൽ അത് നോൺ ഫ്രട്ടേണൽ എന്നും പറയുന്നു. ഇനി ഫ്രട്ടേണൽ പോളിയാൻഡ്രി എന്ന് പറയുമ്പോൾ നമുക്ക് 2 brothers, മോർ ദാൻ 2 brothers ടേക്ക് എ സിംഗിൾ വുമൺ ആസ് ദെയർ കോമൺ വൈഫ്. അത് ടോഡ ട്രൈബ്സിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇനി നോൺ ഫ്രട്ടേണൽ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ മെൻ ടേക്ക് 1 വുമൺ ആസ് ദെയർ കോമൺ വൈഫ്. ഇതൊക്കെ പല പ്രദേശങ്ങളിലും ആദിവാസി ഗ്രൂപ്പുകളിലും ഒക്കെ ഉണ്ടായിരുന്നതാണ് ഇത്. ഇനി അടുത്ത ടോപ്പിക്ക് റൂൾസ് ഓഫ് മാരേജ് ആണ്, വിവാഹ നിയമങ്ങൾ. ഇപ്പോൾ വിവാഹ നിയമങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഇന്നും തന്നെയല്ല ഒരു കാലത്തും അതിനൊരു ആബ്സല്യൂട്ട് ഫ്രീഡം ഉണ്ടായിരുന്നില്ല പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കാൻ. ചില ചട്ടങ്ങളുണ്ട്. ഇപ്പോൾ സ്വന്തം ജാതിയിൽ നിന്ന് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എൻഡോഗമി ആൻഡ് എക്സോഗമി എന്നാണ്. അതായത് നമ്മൾ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചില പ്രൊഹിബിഷൻസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ നിരോധിത നിയമങ്ങളെയാണ് പ്രൊഹിബിഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് നോക്കാം. എൻഡോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, നമ്മൾ സ്വന്തം ജാതിയിൽപ്പെട്ടവരെയാണ് വിവാഹം കഴിക്കുന്നത്. അത് എൻഡോഗമിക്ക് ഒരു ഉദാഹരണമാണ്. ഇറ്റ് ഈസ് എ റൂൾ ഓഫ് മാരേജ് ഇൻ വിച്ച് ദ ലൈഫ് പാർട്ട്നേഴ്സ് ആർ ടു ബി സെലക്റ്റഡ് വിതിൻ ദ ഗ്രൂപ്പ് വിച്ച് മേ ബി ഇൻ ദ സെയിം കാസ്റ്റ്, റേസ്, ട്രൈബ്, ക്ലാസ്, വില്ലേജ് ഓർ റിലീജിയൻ. സ്വന്തം മതത്തിൽ നിന്നോ സ്വന്തം ഗ്രാമത്തിൽ നിന്നോ സ്വന്തം ക്ലാസ്സിൽ നിന്നോ, ക്ലാസ് മീൻസ് നമ്മുടെ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, പിന്നെ നമ്മുടെ ഗോത്രത്തിൽ നിന്ന്, നമ്മുടെ വംശത്തിൽ നിന്ന്, സ്വന്തം ജാതിയിൽ നിന്ന്, ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. അങ്ങനെയുള്ള നിയമത്തെയാണ്, വിവാഹ നിയമത്തെയാണ് എൻഡോഗമി. അതുപോലെ തന്നെ നമുക്ക് എൻഡോഗമിയെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് തരംതിരിക്കാം. കാസ്റ്റ് എൻഡോഗമി. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ കാസ്റ്റ് എൻഡോഗമിയാണ്. നമുക്ക് മറ്റൊരു ജാതിക്കാരെ വിവാഹം കഴിക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ അല്ല, പലപ്പോഴും അത് ഒരു അതൃപ്തി മുതിർന്നവരിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ സബ് കാസ്റ്റ് എൻഡോഗമി, ചില അയ്യർ വിഭാഗക്കാർ ആ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സബ് കാസ്റ്റ് എൻഡോഗമിയുമുണ്ട്. ഇനി എക്സോഗമി എന്ന് പറയുമ്പോഴെന്താണ്?
അതായത് ഓപ്പോസിറ്റ് ഓഫ് എൻഡോഗമിയാണ്. എൻഡോഗമി എന്ന് പറഞ്ഞാൽ സ്വന്തം ഗണത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല, മറ്റൊരു ഗണത്തിൽ നിന്നേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അതായത് സ്വന്തം ക്ലാൻ, സ്വന്തം കുലം അല്ലെങ്കിൽ സ്വന്തം ഗോത്രം, പ്രവര എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ. നമ്മൾ പറയാറുണ്ട് 7 തലമുറകൾ നമ്മളുടെ ബന്ധുക്കൾ കഴിഞ്ഞ് അവർ തമ്മിലുള്ള ബന്ധമേ പാടുള്ളൂ. പിണ്ട എന്ന് പറഞ്ഞാൽ രക്തബന്ധമുള്ളവരെ, സഹോദരനും മറ്റൊരു സഹോദരൻ്റെ മക്കളും തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല. ചില കാലഘട്ടത്തിൽ സ്വന്തം ഗ്രാമത്തിൽ നിന്നേ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. ഇതിനെയാണ് എക്സോഗമി എന്ന് പറയുന്നത്. അതായത് മറ്റൊരു ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല. അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഗോത്ര എക്സോഗമി, സ്വന്തം ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല, മറ്റൊരു ഗോത്രത്തിൽ നിന്നാണ് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നതാണ് ഹിന്ദു പ്രാക്ടീസ്. ഇനി പ്രവര എന്ന് പറയുമ്പോൾ ഇത് സ്വന്തം പ്രവര, അതായത് ഓരോ ആൻസസ്റ്ററിൻ്റെ കീഴിലുള്ള ആളുകളെല്ലാം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ് ഒരു പ്രവരത്തിൽപ്പെട്ടത്. അതുകൊണ്ട് അവർ തമ്മിൽ പരസ്പരം വിവാഹം ചെയ്യാൻ പാടില്ല. അത് എക്സോഗമിക്ക് മറ്റൊരു ഉദാഹരണമാണ്. വില്ലേജ് എക്സോഗമി എന്ന് പറഞ്ഞാൽ നാഗ, ഗാരോ ആൻഡ് മുണ്ട, അവർ പുറത്തുള്ള ഗ്രാമത്തിലുള്ള ആളുകളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. അതുപോലെ പിണ്ട എക്സോഗമി എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനിൽ നിന്ന് ജനിച്ച അവരുടെ മക്കൾ തമ്മിലൊന്നും വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് പിണ്ട എക്സോഗമി. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് മാരേജ് പ്രൊഹിബിറ്റ്സ് എ പേഴ്സൺ ഫ്രം മാരിയിങ് വിതിൻ ദ ബ്ലഡ് റിലേഷൻ. അവിടെ അതാണ്, ബ്ലഡ് റിലേഷനിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല. ഇനി പുറത്തുനിന്ന് എത്രയോ നമ്മൾ എക്സോഗമി പുറത്തുനിന്ന് വിവാഹം കഴിക്കുന്നു, ഹെൽത്തി ആൻഡ് ഇൻ്റലിജൻറ്റ് ചൈൽഡ് ഉണ്ടാവും, പ്രോജനി ഉണ്ടാകും എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു നിർവചനം ഞാൻ കൊടുത്തിട്ടുണ്ട്, E.V. ടൈലറിൻ്റെ. റിലീജിയൻ ഈസ് ദ ബിലീഫ് ഇൻ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ്. വളരെ സിമ്പിളായിട്ടോ 2 എണ്ണമാണ് ഞാൻ തന്നിരിക്കുന്നത്. ഒന്ന് ഡർക്കീമിൻ്റേത് റിലീജിയൻ ഈസ് ദ യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് റിലേറ്റഡ് ടു സീക്രട്ട് തിങ്സ്. അതായത് ഏതോ പരിപാവനമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥയാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, അതിൽ ഘടകങ്ങൾ, പൊതുവായ എലമെൻറ്റ്സ് എന്തൊക്കെ ഉണ്ടാവും? ഒരു അമാനുഷ്യ ശക്തിയിൽ വിശ്വാസം ഉണ്ടാവും, ഒരു അമാനുഷ്യ പവർ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും. ഇനി മോണോതെയിസം ഒരു വിശ്വാസമാണ്, ബിലീഫ് ഇൻ വൺ ഗോഡ്. അപ്പോൾ ചിലവർ മെനി ഗോഡിൽ വിശ്വസിക്കുന്നു, ഒരുപാട് ദൈവങ്ങളുണ്ട്. ഹിന്ദുയിസം അങ്ങനെയാണ്. അപ്പോൾ പോളിതെയിസം, ബഹു ദൈവ ആരാധന. പിന്നെ അതുപോലെ തന്നെ മാൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് സൂപ്പർ നാച്ചുറൽ. അപ്പോൾ അമാനുഷ്യ ശക്തിയുമായി പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ വണക്കത്തിലൂടെ ഒന്ന് പൊരുത്തപ്പെട്ട് ആരാധിക്കുന്നു. മാൻ എക്സ്പ്രസസ് ഹിസ് സബോർഡിനേഷൻ വിത്ത് പ്രേയേഴ്സ്. അടിമപ്പെടുന്നു, നമ്മൾ കീഴ്വഴങ്ങുന്നു. റിച്വൽസിലൂടെയും കീർത്തനങ്ങളിലൂടെയും മന്ത്രോച്ചാരണത്തിലൂടെയും ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നു, ഉപവാസം നടത്തുന്നു. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ആ ഒരു അമാനുഷ്യ ശക്തിയെ വണങ്ങുന്നു. ഹി ബിലീവ്സ് that disrespect to the supernatural forces would land him in disaster. അതായത് നമ്മൾ അമാനുഷ്യ ശക്തിയോട് അനാദരവ് കാണിച്ചാൽ അനർത്ഥം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നു. അപ്പോൾ റിലീജിയൻ കൺസിഡേർഡ് സം ആക്ട് ആസ് റൈറ്റിയസ് ആൻഡ് സീക്രട്ട്. എന്നിട്ട് ചില പ്രവർത്തികൾ വളരെ ധാർമ്മികവും പവിത്രവുമാണ് എന്ന് വിശ്വസിക്കുന്നു, അതങ്ങ് പിന്തുടരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് സാൽവേഷൻ കിട്ടുകയുള്ളൂ, മോക്ഷപ്രാപ്തി കിട്ടുകയുള്ളൂ. അപ്പോൾ ശരിക്കും ഇത് സൊസൈറ്റിയെ നല്ല രീതിയിൽ, ഇപ്പോൾ ഫങ്ഷനിസ്റ്റ് വ്യൂ പറയുകയാണെങ്കിൽ സൊസൈറ്റിയെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരുവാനായിട്ട് ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അനിവാര്യമാണ് എന്ന് പറയാം. അപ്പോൾ അത് വളരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അത് കൊടുക്കാം. അൾട്ടിമേറ്റ് എയിം ഓഫ് ദ റിലീജിയൻ ഈസ് ടു സേവ് ദ ബിലീവേഴ്സ്. അതായത് വിശ്വാസികളുടെ രക്ഷ, അതാണ് നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ നമുക്കൊരു ആരാധനാ സ്ഥലമുണ്ടായിരിക്കും, ഹോളി ബുക്സ് ഉണ്ടായിരിക്കും, അപ്പോൾ അതുപോലെ റിച്വൽസ് ഉണ്ടായിരിക്കും, ആചാരക്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് കോമൺ എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ചോദിക്കാൻ സാധ്യത കുറവാണ്, എങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാനൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി കോമൺ ഫീച്ചേഴ്സ് ഓഫ് റിലീജിയൻ. എന്താണ് കോമൺ ഫീച്ചേഴ്സ്? കുറച്ച് സിംബൽസ് ഒക്കെ ഉണ്ടായിരിക്കും, ഇൻവോൾവിങ് ഫീലിങ്സ് ഓഫ് റെഫറൻസ് ഒക്കെ. കാരണം നമുക്ക് റിച്വൽസ്, സെറമണീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രേയേഴ്സ്, മന്ത്രം, ഫാസ്റ്റിങ് ഇതെല്ലാം ചൊല്ലുന്നു.
അതുപോലെ എ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്, ഒരു വിശ്വാസികളുടെ സമുദായം ഉണ്ടായിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സോഷ്യൽ റോൾ ഓഫ് റിലീജിയൻ. അതായത് ഈ മതം എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മതം സ്ഥാപിച്ചിരിക്കുന്നത്. ഇറ്റ് ഫുൾഫിൽ സ്പിരിച്വൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ്. എന്തിനു വേണ്ടിയാണ്? ആത്മീയവും സാമൂഹ്യപരവും മനഃശാസ്ത്രപരമായ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ മതം. ഇനി സാമൂഹ്യവൽക്കരണത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോഷ്യലൈസേഷൻ നടത്തുന്നു. മതം സാമൂഹ്യവൽക്കരണ ഏജൻസിയാണ്. അതുപോലെ കൺട്രോൾ ദ പീപ്പിൾ, സോഷ്യൽ കൺട്രോൾ ഏജൻ്റാണ്. പ്രിസർവ് മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ്, ജീവിത മൂല്യങ്ങളെ സംരക്ഷിക്കുന്നു. ഇറ്റ് ഈസ് എ സ്ട്രെങ്ത് ഓഫ് സോഷ്യൽ സോളിഡാരിറ്റി, അതായത് അംഗങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്നു, ആളുകളെയൊക്കെ ഒരു ഐക്യത്തോടെ നിർത്തുന്നു. അതുപോലെ ഒരു ശുഭാപ്തി വിശ്വാസം ആളുകൾക്ക് കൊടുക്കുന്നു. അതുപോലെ ഇമോഷണൽ സപ്പോർട്ട്, നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നു. സോഷ്യൽ വെൽഫെയർ, അതുപോലെ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, മനുഷ്യരെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ചിന്ത, അങ്ങനെ ഒരു ദേശീയ ഏകീകരണം. ഇതൊക്കെയാണ് പോയിൻറ്റ്സ്. ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇറ്റ്സ് ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് കോളേജുകളും സ്കൂളുകളും മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ദ വേർഡ് എഡ്യൂക്കേഷൻ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് എഡ്യൂക്കെയർ. എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ ടു ബ്രിങ് അപ്പ് എന്നാണ് അർത്ഥം, വളർത്തിക്കൊണ്ടുവരിക എന്നർത്ഥം. ഇനി ഡർക്കീമിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ ഈസ് എ സോഷ്യലൈസേഷൻ ഓഫ് എ യങ്ങർ ജനറേഷൻ. ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക, അത് സാമൂഹ്യവൽക്കരിക്കുകയാണ് സോഷ്യലൈസേഷൻ എന്നർത്ഥമാക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ എന്തൊക്കെ ചെയ്യും? ആശയങ്ങൾ കൊടുക്കും, അതുപോലെ സെൻറ്റിമെൻറ്റ്സ്, പ്രാക്ടീസസ്, ഇതെല്ലാം കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തിട്ട് എന്തിന് സഹായിക്കും? ഇറ്റ് വിൽ പ്രിപ്പയർ എ ചൈൽഡ് ഫോർ എ സ്പെഷ്യൽ ഓക്യുപ്പേഷൻ, അവനൊരു ജീവിത മാർഗം കണ്ടെത്താൻ സഹായിക്കും. അതുപോലെ ടു അണ്ടർസ്റ്റാൻഡ് ദ കോർ വാല്യൂസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ പ്രധാന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ അവനെ സഹായിക്കും. ഇനി അക്കോർഡിംഗ് ടു ഗാന്ധിജി, ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചിൽഡ്രൻ ആൻഡ് മെൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ ഗാന്ധിജിയുടെ ഡെഫിനിഷൻ, കുട്ടികളുടെയും മുതിർന്നവരുടെയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലുള്ള ഏറ്റവും മികച്ചതിനെ സമഗ്രമായി പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന്. ഇനി ഫങ്ഷണലിസ്റ്റ് വ്യൂ എഡ്യൂക്കേഷനെ കുറിച്ച് എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? സമൂഹത്തിന് നല്ലതിന് വേണ്ടിയായിരിക്കും, സമൂഹത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയും അല്ലേ? അപ്പോൾ എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻസ് ആൻഡ് റിന്യൂ ദ സോഷ്യൽ സ്ട്രക്ചർ, അതാണ് പറഞ്ഞിരിക്കുന്നത്. സാമൂഹ്യ ഘടനയെ നിലനിർത്താനും നവീകരിക്കുവാനും വ്യക്തിയുടെ ഭാവി രൂപപ്പെടുത്തുവാനും വിദ്യാഭ്യാസം പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് ഫങ്ഷണലിസ്റ്റ് വ്യൂ പറയുന്നത്. അതുപോലെ അവർ പറയുന്നു, ഇറ്റ് ഓൾസോ ഹെൽപ്പ് ടു ഡെവലപ്പ് ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി, ഒരു വ്യക്തിയുടെ കഴിവിനെ വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. അതുപോലെ ദ ഫങ്ഷണലിസ്റ്റ് സോഷ്യോളജിസ്റ്റ് ഇവാലുവേറ്റ് എഡ്യൂക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ നീഡ്. ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫങ്ഷണലിസ്റ്റ് അതേ പറയുള്ളൂ എന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം ഫോർ ദ സെലക്ഷൻ ആൻഡ് ലൊക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഫ്യൂച്ചർ റോൾസ് ഇൻ ദ സൊസൈറ്റി. അതായത് നമുക്കൊരു ഫ്യൂച്ചർ റോൾസിന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അപ്പോൾ എന്തായിരിക്കും കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റ് പറയുന്നത്? ചൂഷണം ചെയ്യുകയാണെന്ന് തന്നെയാണ്. മേധാവിത്വ ജാതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മേധാവിത്വ വിഭാഗങ്ങളാണ് ഇങ്ങനെയുള്ള സിസ്റ്റം കൊണ്ടുവന്നതെന്നായിരിക്കും അവർ പറയുന്നത്. കോൺഫ്ലിക്റ്റ് ചിന്താഗതിയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നത് വിദ്യാഭ്യാസം സമൂഹത്തെ വിഭജിക്കാൻ വേണ്ടി ശ്രേണീകരിക്കുന്ന ഒരു ഏജൻ്റാണ്. വിദ്യാഭ്യാസമുള്ളവൻ, വിദ്യാഭ്യാസമില്ലാത്തവൻ, അക്ഷരാഭ്യാസമില്ലാത്തവൻ എന്നിങ്ങനെ തരംതിരിക്കാൻ എന്നതാണ്. ഇനി ഇൻഇക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊഡക്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സാമൂഹ്യ ശ്രേണീകരണത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റിയിലും കാണിക്കുന്ന അസമത്വം തന്നെ. അതിൻ്റെ ഉദാഹരണം പറയുന്നത് ചിൽഡ്രൻ ഇൻ പ്രിവിലേജ് സ്കൂൾസ് കം ഔട്ട് വിത്ത് ഗ്രേറ്റർ കോൺഫിഡൻസ്. വലിയ സ്കൂളുകളിലെ എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റാൻഡേർഡുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വളരെ കോൺഫിഡൻസ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെവിടെ ഇൻ്റർവ്യൂ ചെയ്താലും അവർക്ക് കൂടുതൽ ജോലി കിട്ടും.
അപ്പോൾ സമൂഹത്തിൽ സ്കൂളിൽ പോകാൻ കഴിയാത്തവരുണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നത് എഡ്യൂക്കേഷനിലുള്ള ഇമ്പാരിറ്റീവ്സ് തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ടു മേക്ക് ചോയ്സ് ഓഫ് വാല്യൂസ്. അപ്പോൾ ഒരു നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അവനൊരു മൂല്യനിർണ്ണയം നടത്തുവാൻ അവനെ പ്രാപ്തനാക്കുന്നു. അതുപോലെ ഇറ്റ് ഫിറ്റ് ദ സ്റ്റുഡൻറ് ടു ദ എൻവയൺമെൻറ്റ്. വിദ്യാഭ്യാസം എന്താണ്? സാഹചര്യവുമായി പൊരുത്തപ്പെടുവാൻ അവനെ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം. നമ്മൾ ഏത് സിറ്റുവേഷനിൽ പോയി നിന്നാലും ആ സിറ്റുവേഷനുമായി താരതമ്യം ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ് വിദ്യാഭ്യാസം. അല്ലാതെ കുറേ ഭാഷ പഠിക്കുന്നത് കൊണ്ടോ കുറേ കണക്ക് പഠിക്കുന്നത് കൊണ്ടോ കുറേ ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടോ ഒരു കാര്യവുമില്ല. ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം. അതുപോലെ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ദി ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡ് ടെക്നിക് ഓഫ് ലേണിംഗ് സ്കിൽ. അവനൊരു സാങ്കേതിക പരിജ്ഞാനം നൽകുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ കോഴ്സ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ അതാണ് കൂടുതൽ ചെയ്യുന്നത്. ഇറ്റ് എനേബിൾ സിവിക് എഫിഷ്യൻസി ആൻഡ് എൻഷുവർ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഒരു പൗരൻ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട കാര്യക്ഷമത ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സാമൂഹ്യ വികസനത്തിന് ഒക്കെ പ്രാപ്തനാക്കുന്നത് വിദ്യാഭ്യാസമാണ് ഒരു കുട്ടിയെ. അതുപോലെ നമ്മുടെ കൾച്ചർ ട്രാൻസ്മിഷനെ, നമ്മുടെ മൂല്യങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിൽ ആൻഡ് ട്രാൻസ്മിറ്റ് സോഷ്യൽ നോംസ്, വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ടു നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറയിലേക്ക് നമ്മുടെ സംസ്കാരം, നമ്മുടെ ചട്ടങ്ങൾ, മൂല്യങ്ങൾ ഇതൊക്കെ പകർന്നു കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് നോളജ് ഫോർ കരിയർ സെലക്ഷൻ. ഇപ്പോൾ നമുക്കറിയാം, ഒരു എൻജിനീയറിംഗ് പഠിച്ച വ്യക്തിക്ക് മാത്രമേ നല്ലൊരു എൻജിനീയർ ആയിരിക്കാൻ പറ്റുള്ളൂ. അതിലൊരു ഡോക്ടർ, മെഡിക്കൽ ഫീൽഡിൽ അത് പഠിച്ച കുട്ടിക്ക്, മെഡിക്കൽ സയൻസ് പഠിച്ച കുട്ടിക്ക് നല്ല ഡോക്ടർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു തൊഴിൽ നൽകുവാനായിട്ട് പ്രാപ്തനാക്കുന്നു. അതുപോലെ എഡ്യൂക്കേഷൻ ആക്ട് ആസ് എ സോഷ്യൽ കൺട്രോളിങ് ഏജൻറ്റ്. അപ്പം നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യുകയാണ്. വിദ്യാഭ്യാസമുള്ളവൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം നിയന്ത്രിക്കുകയാണ്. റാഷണൽ തിങ്കിങ് ആണ്, യുക്തിപരമായ ചിന്ത അവനുണ്ട്. അതുകൊണ്ടത് അവനെ സാമൂഹ്യവൽക്കരണ ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷനും കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ക്ലാസ് റൂമിൽ മാത്രമുള്ളതല്ല, ബിയോണ്ട് what take place within the four walls of classrooms. But a child get the education from his experience outside the school. കുട്ടികൾക്ക് എക്സ്പീരിയൻസ്, പല അനുഭവങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല, പുറത്തൊന്നും കിട്ടും. അവന് നല്ല അറിവുകൾ ലഭിക്കും. അപ്പം നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ഫോമൽ, ഇൻഫോമൽ ആൻഡ് നോൺ ഫോമൽ. ഔപചാരിക വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ. ഇനി ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നമ്മളെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ കിട്ടുന്ന, ആ കാലഘട്ടം മുതലേ കോളേജ് അങ്ങനെ നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമാണ്. അതായത് പേഴ്സൺ മേ ലേൺ ബേസിക് അക്കാഡമിക് ആൻഡ് ട്രേഡ് സ്കിൽസ് പഠിക്കുന്നതാണ്, യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ. ഫോമൽ എഡ്യൂക്കേഷനിൽ ഒരു ഫിക്സഡ് ടൈം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട്. ക്ലാസ്സിൽ പോകാൻ ഒരു സമയം, തിരിച്ചു വിടുന്നൊരു സമയം. അവിടെ സാലറീഡ് എക്സ്പേർട്ട് ആൻഡ് ആക്സെപ്റ്റഡ് കരിക്കുലം ഉണ്ട്. ഇപ്പോൾ നമുക്ക് പാഠ്യപദ്ധതിയുണ്ട്, അത് പഠിപ്പിക്കുവാനായിട്ട് ശമ്പളം പറ്റുന്ന വിദഗ്ധരായ അധ്യാപകരുണ്ട്. സിലബസ് അനുസരിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് പരീക്ഷ നടത്തി നൽകുന്നതാണ്. അപ്പോൾ സ്റ്റുഡൻസ് ആർ എക്സാമിൻഡ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആർ ഗിവൺ. ഇതാണ് ഫോമൽ എഡ്യൂക്കേഷൻ. ഇൻഫോമൽ ആണെങ്കിൽ നമ്മൾ കുടുംബത്തിൽ നിന്ന് ഒരു വിവരങ്ങൾ അറിയുന്നു, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, അയൽപ്പക്കങ്ങളിൽ നിന്ന്, ടെലിവിഷനിൽ നിന്ന്, പുസ്തകങ്ങൾ, പത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പത്രങ്ങളല്ല രചനകളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമുക്കങ്ങനെ തന്നെ പറയാം, നമുക്ക് കിട്ടുന്നതാണ് ഇൻഫോമൽ എഡ്യൂക്കേഷൻ. ഇനി നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്താണ്? നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് അഡൽട്ട് ബേസിക് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ നമുക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ലിറ്ററസി, സാക്ഷരതാ ക്ലാസ്, അല്ലെങ്കിൽ ഓപ്പൺ സ്കൂള്, നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, കറസ്പോണ്ടൻസ് കോഴ്സ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതാൻ മാത്രം പോകുന്നു, അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ഇതിനെ നമ്മൾ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് തേർഡ് ചാപ്റ്റർ. ഇനി ഫോർത്ത് ചാപ്റ്ററുമായി ഉടനെ എത്താം. താങ്ക് യു.